ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. കുറച്ച് നാരുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഈ 5 മാങ്ങയുടെയും തൊലി നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇടാം. കൽച്ചട്ടിയിലോ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളകിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അത് ചേർത്താൽ മതി. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ മാങ്ങയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ തിളയ്ക്കട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഈ മാങ്ങ നല്ല പോലെ ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു നാളികേരം എടുത്തിട്ടുണ്ട്. അത് ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരയണം. അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിൻ്റെ ആ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നാലാണ് നമ്മൾ അരപ്പൊഴിക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ്. ഒരച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിന് നോക്കിയിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ ശർക്കര മാങ്ങയിലേക്കൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടി നമുക്കിതിനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പത്തിരിക്കട്ടെ. അപ്പോൾ ഇത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കൊരു തണ്ട് കറിവേപ്പില പിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ ഞാൻ വെച്ചപ്പോൾ ഒന്നും കൂടെ വെള്ളം വറ്റിയിട്ട് നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. മാങ്ങ വെന്തപ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ അരപ്പൊന്ന് വേവട്ടെ. 2-3 തിള തിളച്ചാൽ തന്നെ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുകയാണ്. അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അര കപ്പ് തൈരാണ് ഒഴിച്ചത്. അതിപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് താന്നു പോയി, അതാണ് ആ അളവ് കാണാഞ്ഞത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല, കറി പിരിഞ്ഞു പോവും. അപ്പോൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ അതൊന്ന് കറിയൊക്കെ ഒന്ന് കുറുകി വന്നോളും. കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ കറി അതിലിരുന്നിട്ട് തന്നെ കറി ഒന്ന് വറ്റി കുറുകിക്കോളും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പുണ്ടായിരുന്നില്ല. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, നമുക്ക് വറവൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാവും. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇടുമ്പോൾ തന്നെ ഉലുവ വേണ്ടവർക്ക് ഉലുവ ഇടാം. അപ്പോൾ ഞാനിവിടെ ഇടുന്നില്ല, കടുക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ വറ്റൽമുളകും. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടിയാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കറിയിലേക്ക് നമ്മുടെ വറവൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കറിവേപ്പില ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വറവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴേ നല്ല മണം വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ഈ സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ ഈ സമയത്തൊന്ന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ചോറ് കൂട്ടിയിട്ടും അല്ലാതെയും വെറുതെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.